ഡോക്ടർ നിഷ നുജുമുദ്ദീൻ, എങ്ങനെയാണ് താങ്കൾ ഈ മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റിനെ കാണുന്നത്? ഇവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ചർച്ച കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ്. അത് 12 ലക്ഷത്തിന്റെ നികുതി, ആദായ നികുതി പരിധി കൊണ്ടുവന്നതിനെയാണ്. അത് മിഡിൽ ക്ലാസിന് വലിയ ഊർജം പകരുന്നതാണ്, അവരുടെ പോക്കറ്റിൽ പണം നിറയ്ക്കുന്നതാണ് എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളാണ്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? 2025-26 യൂണിയൻ ബഡ്ജറ്റ് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് നോക്കുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണെന്നൊരു അഭിപ്രായം പറയുന്ന ഒരാൾക്കൂട്ടം തന്നെയുണ്ട്. പക്ഷേ ഒരു പീപ്പിൾസ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ജനപ്രിയ ബഡ്ജറ്റ് എന്ന ലെവലിൽ എനിക്ക് ഇതിനെ പറയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഐ ആം ഓൾസോ എൻ എക്കോണമിസ്റ്റ്. സോ ഒരു എക്കണോമിക് പോയിന്റ് വ്യൂ നോക്കി കഴിയുമ്പോൾ നമ്മുടെ രാജ്യം $5 ട്രില്യൺ എക്കോണമി അല്ലെങ്കിൽ $10 ട്രില്യൺ എക്കോണമി ബൈ 2032 ആകണം. അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ ഇന്ത്യൻ എക്കോണമി 5th പൊസിഷൻ GDP നിന്ന് 5ാം പൊസിഷനിൽ നിന്ന് 3ാമത് പൊസിഷനിലേക്ക് പോകണം എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ അതൊക്കെ ശരി തന്നെ. ടാക്സ് ടെററിസം എന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ കണ്ടുകൊണ്ടിരുന്നത്, അല്ലെ? അതായത് വളരെയധികം ഇൻകം ടാക്സ് സ്ലാബ് ഉയർത്തുകയും സാധാരണ ജനങ്ങൾ, അതായത് മിഡിൽ ക്ലാസ് ഇൻകം ആളുകളെ വളരെയധികം ക്രൂശിക്കുന്ന രീതിയിലായിരുന്നു ഒരു ടാക്സ് ഫോർമാറ്റ്. അതോടൊപ്പം തന്നെ വിലക്കയറ്റം, ദാറ്റ് ഈസ് ഇൻഫ്ലേഷൻ വളരെ അധികം കൂടുതലായിരുന്നു. ഇപ്പൊ പോലും ഇൻഫ്ലേഷൻ വളരെയധികം കൂടുതൽ തന്നെയാണ്. ഇതൊരിക്കലും ഒരു ജനപ്രിയ ബജറ്റ് എന്ന് ഞാൻ പറയില്ല. നല്ല വശങ്ങളും കൊണ്ടില്ലെന്നല്ല. പക്ഷേ ടാക്സ് ടെററിസം എന്ന് പറഞ്ഞ കാര്യത്തിൽ അതിൽ മാറ്റം വന്നിരിക്കുകയാണല്ലോ. ഇല്ല, അത് ആളുകളുടെ കണ്ണിൽ പൊടിവാരി ഇടുന്ന പോലെ ഒരു കൈൻഡ് ഓഫ് മാറ്റം മാത്രമാണ് ഞാൻ പറയാം. കാര്യം ഞാനൊന്ന് പറയട്ടെ, നമ്മൾ എന്താണ് കണ്ടത്? നമ്മുടെ ഇൻകം ടാക്സിൽ വന്ന് 12 ലക്ഷം വരയ്ക്കും ടാക്സ് എക്സെപ്ഷൻ ഉണ്ടെന്ന് പറയുന്നു. അത് എന്തിലാണ് പറയുന്നത്? ന്യൂ ടാക്സ് റെജീം എന്നൊരു സംഭവത്തിലാണ് പറയുന്നത്. നമ്മുടെ ടാക്സേഷൻ സിസ്റ്റത്തിൽ 2 വിധങ്ങളാണ്. ഒന്ന് ഓൾഡ് ടാക്സ് റെജീമും ഒന്ന് ന്യൂ ടാക്സ് റെജീമും. ഓൾഡ് ടാക്സ് റെജീമിലാണ് ഇപ്പൊ ഞാൻ ഒരു ടാക്സ് ഫയൽ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. അവിടെ ടാക്സേഷൻ സ്ലാബ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ ന്യൂ ടാക്സ് എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ കൊടുക്കുന്ന ഡോക്യുമെന്റ് ആകട്ടെ, എക്സെപ്ഷൻ ആകട്ടെ വളരെ കുറവാണ്. അതിലെ ടാക്സ് റേറ്റ് കുറച്ച് കുറഞ്ഞു കാണിക്കും. പക്ഷെ എനിക്ക് എക്സെപ്ഷൻ കൊടുക്കാനുള്ള അവസരങ്ങൾ, നമ്മൾക്ക് എക്സെപ്ഷൻസ് ഫയൽ ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ വളരെ കുറവാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ലാതാവുകയല്ലേ? അല്ല ഡോക്ടർ നിഷ, അതിന്റെ ഒന്നും ആവശ്യമില്ലാതാവുകയല്ലേ? ഫസ്റ്റ് റെജിം എന്നുള്ളത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അല്ലല്ല, ഫസ്റ്റ് റെജിം എന്നുള്ളത് ഇല്ലാതായി രണ്ടാമത്തെ റെജിമിലേക്ക്, ന്യൂ റെജിമിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നതിൽ നിന്ന് ന്യൂ ഈസ് ഗോൾഡ് എന്ന രീതിയിലേക്ക് മാറുകയാണ്. അതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം. ആളുകളുടെ കണ്ണിൽ പൊടിവാരി എറിയുന്നതിന് തുല്യമല്ലാണോ അത്? കാര്യം 12 ലക്ഷം വരയ്ക്കും നമ്മളുടെ സാലറി ഉള്ളവർക്ക് ഇൻകം ടാക്സ് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 12 ലക്ഷം പോലും ഇൻകം ടാക്സ് സെക്ഷൻ 80CC പ്രകാരമുള്ള 1.5 ലക്ഷം വരയ്ക്കുള്ള എക്സംഷൻ അവർ കൊടുത്താൽ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞല്ലോ, ലെറ്റ്സേ 1 ലക്ഷം പ്രതിമാസ വരുമാനമുള്ള ഒരാൾക്ക് 9,500 രൂപയോളം ഒരു മാസം ഇങ്ങനെ ഒരു പദ്ധതി വന്നത് കൊണ്ട് നമുക്ക് സേവ് ആവാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വളരെ റീസെന്റ് ആയ വിലക്കയറ്റം നോക്കിക്കഴിഞ്ഞാൽ 5.2%. അതായത് RBI വളരെ വ്യക്തമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, 2.46 4% ഐഡിയൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. 6% മാക്സിമം ലെവലും 2% മിനിമം ലെവലും. അന്ന് വളരെ സാധാരണഗതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 4%-ത്തേക്കാൾ കൂടുതൽ വിലക്കയറ്റം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ ഒട്ടും തന്നെ ഒരു എക്കോണമിക്ക് നല്ലതല്ല. പക്ഷെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ എത്രയാണ്? ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 5.2 ആണ്. 5.4 നിന്ന് 5.2 ആയി. അതേപോലെ ഫുഡ് ഇൻഫ്ലേഷൻ, നമ്മുടെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്, മിൽക്ക്, ഈ കാര്യങ്ങൾക്ക് 5% മാത്രമേ വിലക്കയറ്റം പാടുള്ളൂ. പക്ഷേ 9.2% ഇന്ത്യയുടെ ഫുഡ് ഇൻഫ്ലേഷൻ. സാധാരണ ആളുകൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നു. ഇപ്പൊ മിഡിൽ ക്ലാസ് ആളുകൾക്ക് വളരെ നല്ലൊരു ബഡ്ജറ്റ് ആണെന്ന് പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇൻകം ടാക്സ് എക്സംഷൻ കൊണ്ടിട്ട് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് 1 ലക്ഷം രൂപ ഒരു മാസം കിട്ടുവാണ്. 1 കിലോ തക്കാളിക്ക് 30 രൂപയാണ്. പക്ഷേ 1 കിലോ തക്കാളിക്ക് 60 രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്നൊരു പോയിന്റ് നമ്മൾ നോക്കേണ്ടതാണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, നമ്മളുടെ കോസ്റ്റ് ഓഫ് ലിവിംഗ് വളരെ വർദ്ധിക്കുകയാണ്. ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ഡി ധനുരാജ്, ഈ ഒരു വാദഗതിയെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതായത് കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടും, ജീവിത ചെലവ് കൂടും, അതുകൊണ്ട് ആദായ നികുതിയിൽ ഈ ഇളവ് കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളത്. ഞാൻ താങ്കളിലേക്ക് വരാം, നിഷ താങ്കളിലേക്ക് വരാം. ധനുരാജ്.